ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗിൽബി ചായൻ്റെ പാചകപ്പുരയിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു സൂപ്പർ ടേസ്റ്റിൽ ഒരു മീൻ പൊള്ളിച്ചതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അയല മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അയല മീനാണ് മീൻ പൊള്ളിച്ച് തയ്യാർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് എല്ലാവർക്കും പാചകപ്പുരയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ 4 അയലക്കുട്ടന്മാരെ കുളിപ്പിച്ച് റെഡിയാക്കി പുറന്തോലൊക്കെ കളഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിടത്തിയിട്ടുണ്ട്. പുറന്തോല് കളയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മസാലയൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവരെ മസാല തേച്ച് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത്. അതിന് ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ കൂട്ടി കലർത്തി നല്ലപോലെ പിടിപ്പിച്ച് കുഴച്ച് റെഡിയാക്കി ഇതുമേലൊന്ന് തേച്ച് മസാലയൊക്കെ തേപ്പിച്ച് വയ്ക്കേണ്ടതാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക. അതിന് മാർദ്ദവം കൂടാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നാരങ്ങയുടെ കുരു വീണിട്ടുണ്ട്, അത് നീക്കം ചെയ്തിട്ടുണ്ട്. കുരു വീണ് കിടന്നാൽ അബദ്ധത്തിൽ പോലും പറ്റിയാൽ അതിന് ചെറിയ കയ്പ്പ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന മീനിലേക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ്. നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. വരഞ്ഞിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ലപോലെ എത്തിക്കുക ഈ മസാല. എന്നിട്ട് ഒരു 10-20 മിനിറ്റോളം വെച്ചേക്കണം, എന്നാലേ മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അതിനെ ഓരോന്നായിട്ട് എടുത്ത് വേണ്ടത് ഇതുപോലെ നല്ലപോലെ വരഞ്ഞിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. നാരങ്ങ നീര് ചേർക്കുന്നത് അതിന് നല്ലൊരു മാർദ്ദവം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീനിന് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കുമ്പോൾ. അപ്പോൾ അതിനെ നല്ലപോലെ ഒന്ന് തേച്ച് ഇതുപോലെ ഉൾഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ, മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ചാൽ, നമ്മൾ ഇലയിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ ഈ പൊള്ളിച്ചതുണ്ടാക്കുന്നത്. അപ്പോൾ നല്ലപോലെ അതിനകത്ത് മസാലയൊക്കെ പിടിച്ചില്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഇതുപോലെ അകത്തേക്കെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. നമ്മൾ അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ, നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവ മുഴുവൻ ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഒരല്പം മാത്രം കടുക് ഇട്ട് കൊടുക്കുന്നു. കടുകൊക്കെ നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നന്നായിട്ട് പൊട്ടട്ടെ. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ വേറെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം. അതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നത് ചേർക്കുന്നു. ഒരു പകുതി സവാള, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റണ്ട, ഒന്ന് കളർ ചേഞ്ചായി വരുന്നത് വരെ മാത്രം മതി. അതുപോലെ നല്ലപോലെ എണ്ണയൊക്കെ പിടിപ്പിച്ച് ചെറു ചൂട് മതി, ഓവർ ഹൈ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഈ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇപ്പോൾ ചേർക്കുക. ബാക്കിയുള്ള ഉപ്പ് നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ്. പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് ബ്രൗണിഷ് കളറൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇതിലേക്ക് പോകേണ്ടതുണ്ട്.
അതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് നല്ലപോലെ പേസ്റ്റ് ആകണ്ട, ഒരു ഇടത്തരം, അതിനേക്ക് നമ്മളിതിനേക്ക് ഇട്ട് കൊടുത്തു. ഇതിനെ ഒന്ന് കിണ്ടി എല്ലടവും ആക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. അതിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ട് വേണം അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. അപ്പോൾ ചേർത്ത് മുളക് പൊടി സവാളയൊക്കെ ഇതിൽ ചേർന്ന് പിടിക്കാനായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അടുത്ത് കുറച്ച് കറിവേപ്പില ആണ് ഇട്ട് കൊടുത്തത്. 2 ഇതൾ കറിവേപ്പിലയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1.5 തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള 1.5 തക്കാളി, അതും കൂടെ ഇട്ടിട്ട് നമ്മളിതിനെ വഴറ്റിയെടുക്കുകയാണ്. തക്കാളി അവസാനം മാത്രമേ ഇട്ട് കൊടുത്താൽ മതി, കാര്യം പെട്ടെന്ന് വെന്ത് പാകാവുന്ന ഒരു ഐറ്റമാണ് തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അവസാനം ഇട്ട് കൊടുത്താൽ മതി. ഇനി നേരത്തെ ഇട്ട സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കിടന്നൊന്ന് വെന്ത് വേണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇതിനി അതിലേക്ക് ചേർക്കുന്നതാണ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ നമ്മളൊരു 1/4 പാൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. തേങ്ങാപ്പാൽ അതിനേക്ക് ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണ്ടില്ലേ, നല്ലൊരു കളർ വ്യത്യാസവും ആ ഒരു കുറുകുറ എന്നുള്ള കറിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ആവശ്യത്തിന്, ഇപ്പോഴത്തെ ആവശ്യത്തിനായിട്ടുള്ള ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഏകദേശം ഒരു 5-7 മിനിറ്റ് എടുത്തിട്ടുണ്ടാകും. ഇതിപ്പോൾ നമ്മൾ ഏകദേശം കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ട സമയമായി. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ ഒരല്പം എണ്ണ, ഒരല്പം മാത്രം മതി, എണ്ണയുടെ ആവശ്യമില്ല. പക്ഷേ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തു. മീൻ വറുക്കാനായിട്ട് പോവുകയാണ്. ഓരോ മീനായിട്ട് പരസ്പരം ഒട്ടാത്ത രീതിയിൽ എടുത്ത് വെച്ച് കൊടുക്കുന്നു. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ വളരെ കുറച്ച് മതി. കാര്യം നമ്മൾ എണ്ണയിൽ ഇട്ട് വേവിച്ചാൽ ഇതിന് വേണ്ടിയുള്ള മസാലയൊക്കെ ഇളകി പോകുന്നതിനകത്തുനിന്ന്. അപ്പോൾ ഇതേ രീതിയിൽ ചെറിയ പാനിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്നതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ റെഡിയാക്കി. ഇപ്പോൾ നമുക്ക് ഒരല്പസമയം ആയിട്ടുണ്ട്. നേരെ മറിച്ചിടാനുള്ള സമയമായി. ഇങ്ങനെ മറിച്ചിടുകയാണ്. നമുക്ക് സാധാരണ മീൻ വറുക്കുന്ന പോലെ നല്ല മൂപ്പത്തി വറുക്കാണ്ട് ഒരു 3/4 പരുവം, ഹാഫ് കുക്ക് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ അടച്ച് വെച്ച് വേവിച്ച് ഇപ്പോൾ ഇതായിട്ടുണ്ട്. മീൻ റെഡിയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാലയിലേക്ക് നമ്മൾ ഈ മീനിനെ വാഴയില വാട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മീനിന് കിടക്കാൻ കണക്കിന് ഇത്രയും മസാല, നേരത്തെ റെഡിയാക്കി വെച്ച മസാല തേച്ച് കൊടുക്കുക വാഴയിലയിൽ. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഒരു മീനിനെ ആദ്യമായിട്ട് എടുത്ത് വയ്ക്കുകയാണ്. മീനിനെ വെച്ച് എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ബാക്കിയിരിക്കുന്ന മസാല നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാഴയിലയുടെ മണവും ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിഞ്ഞ് കിട്ടുമ്പോൾ. അപ്പോൾ ഇതുപോലെ മീൻ പൊതിഞ്ഞ് വരാൻ കണക്കിന് എല്ലാം റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് ഈ 4 സൈഡും കൂട്ടി വെച്ചിട്ട് വേറെ വാഴനാര് എടുത്താൽ മതി. വാഴനാര് തന്നെ കൊണ്ട് കെട്ടി റെഡിയാക്കുക. ഇതുപോലെ ഒരു സൈഡ് മടക്കി അടുത്ത സൈഡ് മടക്കിയിട്ട് 4 സൈഡും മടക്കുക. എന്നിട്ടൊരു വാഴനാര് എടുക്കുക, കെട്ടി റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ 4 പീസ് മീനിനെ ഇതേ കണക്ക് തന്നെ ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ പോവുകയാണ്, ചൂടാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് അടുത്ത അതേ പാൻ തന്നെ നമ്മൾ എടുക്കുന്നു. പാനിൽ ഒരല്പം എണ്ണ മതി.
വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് പുരട്ടി വെച്ചിട്ട് ഇതിലൊന്ന് ഓരോന്നായിട്ട് എടുത്ത് അതിനകത്തോട്ട് വെക്കണം. ഈ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ ഈ മീൻ ശരിക്കും പാനിന് ചേർന്ന് തന്നെ ഇരിക്കണം. ഒന്നും ഇതിൻ്റെ പുറത്തായിട്ടൊന്നും വെച്ചാൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല. ഈ വാഴയിലയൊക്കെ കൂടെ ചെറുതായിട്ട് കരിഞ്ഞ് വരുന്ന അതിൻ്റെ ഒരു മണമാണ് ഇതിനകത്ത് കിട്ടി നമുക്കൊരു മീൻ പൊള്ളിച്ചതിൻ്റെ യഥാർത്ഥ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രം കൊണ്ട് അടച്ച് വെച്ചാൽ അത് അവിടെ ഇരുന്ന് കുക്കായിക്കോളും. അടച്ച് വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്കത് മറിച്ച് വെക്കാനുള്ള സമയമായി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, 5-7 മിനിറ്റ് ആയിട്ടുണ്ട്. അന്നേരം ഇതൊന്ന് മറിച്ച് വെച്ചോളൂ. ഇപ്പം തന്നെ നല്ല മണം അടിക്കുന്നുണ്ട്. അതിൻ്റെ വാഴയിലയുടെയും ഇതിൻ്റെ മസാലയുടെയും മീൻ വറുത്തതിൻ്റെയും ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു സൂപ്പർ മണം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5-7 മിനിറ്റ് കഴിയുക. സാധനം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വാഴയിലയുടെ ഇതിൻ്റെ എല്ലാം കൂടെ നല്ലപോലെ നല്ല മണവും മസാലയെല്ലാം കൂടെ വാഴയിലയുടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വിജയിക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. ഒപ്പം ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒപ്പം നമ്മുടെ ഈ മീൻ കൊണ്ട് ഒത്തിരി വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ട് പറ്റും. അതൊക്കെ നമ്മുടെ പിന്നാലെയുള്ള വീഡിയോസിൽ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും വെറൈറ്റി പിടിക്കാനായിട്ട് ശ്രമിക്കുക. മീൻ കൊണ്ട് വെറൈറ്റീസ് പിടിക്കുക. ചേട്ടന്മാരൊക്കെ പണി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചേച്ചിമാരൊക്കെ വെറൈറ്റി പിടിച്ച് ചോറിനൊപ്പമോ അല്ലാതെയൊക്കെ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കി കൊടുക്കുക. അന്നേരം സ്നേഹം കിലോ കണക്കിന് ഇങ്ങ് പോരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ ബൈ.